ഒരു വാർത്തയിൽ വന്ന പോലെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല. എന്നെക്കൊണ്ട് പറ്റൂല. എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മലയാളികൾ ഒന്നടങ്കം നെഞ്ചോട് ചേർത്ത് വെക്കുന്ന നിത്യഹരിത നായകൻ പ്രേം നസീർ സാറിനെ പറ്റി ഇനിയിപ്പം പറഞ്ഞ ഒരു അഭിപ്രായം, അത് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഏറെ വിഷമം ഉണ്ടാക്കിയ വാക്കുകൾ തന്നെയാണ്. നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും ടിനി ടോം പറഞ്ഞത്. ടിനി ടോം പറഞ്ഞത് ഒരു ഇന്റർവ്യൂവിലാണ് ഇത് പറഞ്ഞത്. അതായത് നസീർ സാറിന്റെ അവസാന നാളുകളിൽ അവസരം കിട്ടാതെ വന്നത് കാരണം ബഹദൂറിന്റെയും അതുപോലെ അടൂർ ഭാസിയുടെയൊക്കെ വീടുകളിൽ പോയിരുന്ന് കരഞ്ഞിട്ടുണ്ടത്രേ. അങ്ങനെ മനോവിഷമത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്നൊക്കെ തരത്തിലായിരുന്നു പറഞ്ഞതെന്നാണ് അറിയുന്നത്. എന്നാൽ ഈ ഒരു ടിനി ടോമിന്റെ വാക്കുകൾ ഏറെ വിവാദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സിനിമാ താരങ്ങൾ എല്ലാം തന്നെ ടിനി ടോമിന് എതിരായി. കാരണം നസീർ സാറിനെ പോലെയുള്ള ഒരു അതുല്യ പ്രതിഭയെക്കുറിച്ചാണ് ടിനി ടോം ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും സംഭവം വിവാദമായതോടുകൂടി ടിനി ടോം മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ കൂടെ തന്നെയാണ് മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് താൻ നസീർ സാറിനെ കണ്ടിട്ട് പോലുമില്ല, പക്ഷേ നസീർ സാറിന്റെ ഈ ഒരു കാര്യം പറഞ്ഞത് തന്റെ സീനിയർ ആയിട്ടുള്ള ഒരാളാണെന്നാണ് പറഞ്ഞത്. അത് സിനിമയിൽ നിന്നുള്ള ആളാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് ആരാണെന്നുള്ളത് ടിനി ടോം തുറന്നു പറഞ്ഞിട്ടില്ല. ടിനി ടോം അദ്ദേഹത്തിനോട് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന തരത്തിലാണ് ടിനി ടോമിനോട് പറഞ്ഞത്. അദ്ദേഹവും കൈമലത്തി എന്നാണ് ടിനി ടോം പറഞ്ഞത്. എന്തായാലും ടിനി ടോം വീണ്ടും എയറിലായിരിക്കുകയാണ്. ഒരിക്കലും മലയാളിയെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ടിനി ടോം പറഞ്ഞിരിക്കുന്നത്. ഇനി ടിനി ടോമിന്റെ വാക്കുകളിലൂടെ നമുക്കൊന്ന് കേൾക്കാം. ദ ഗോഡ് ഓഫ് മലയാള സിനിമ, ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ, നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട്. അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ. എവിടെ കിടക്കുന്നു? ഞാൻ എവിടെ കിടക്കുന്നു? അപ്പം അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്താൻ ഞാനാരാണ്? ഒരു ഇന്റർവ്യൂവിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ചുരണ്ടി എടുത്തിട്ട് ഒരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് ഉണ്ടായത്. ഇത് ഈ തന്ന ഇൻഫർമേഷൻ നസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലില്ല. അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫർമേഷൻ ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നുണ്ട്. അല്ലാതെ ഞാൻ അന്തരീക്ഷം ആവാഹിച്ചെടുത്തതല്ല. അതിൽ നിന്നും കേട്ട ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്. അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ലെജൻസാണ്. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു വാർത്തയിൽ വന്ന പോലെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല. എന്നെക്കൊണ്ട് പറ്റൂല. എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരിക്കലും മലയാളികളെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ടിനി ടോം പറഞ്ഞത്. ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. വേറെ ആരെങ്കിലും കുറിച്ചാണെങ്കിലും കുഴപ്പമില്ല. നസീർ സാറിന് നമ്മളെല്ലാം മനസ്സിൽ കൊണ്ടു നടക്കുന്ന, നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന നിത്യഹരിത നായകൻ നസീർ സാറിനെ കുറിച്ച് ഇത്തരം മോശം അഭിപ്രായങ്ങൾ ടിനി ടോം പറയരുതായിരുന്നു.